നമ്മുടെ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിക്ക് സെൻറ്റിനറിക്ക് ഒരുക്കമായിട്ട് നമ്മൾ വചനവർഷം ആരംഭിച്ചുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിങ് അവർ റിന്യൂവൽ ഇൻ ദ ചർച്ച്. യഥാർത്ഥത്തിൽ ഈ വചനവർഷം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ലിറ്റർജിക്കൽ സീസൺ അനുസരിച്ച് ഇപ്പോൾ സീസൺ ഓഫ് നമ്മുടെ ഇതിൻ്റെ ശ്ലീബ കാലഘട്ടമാണല്ലോ. ശ്ലീബ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? ദാറ്റ് ഈസ് എ 7th സീസൺ ഓഫ് അവർ ഇയർ. ഈ 7th സീസണിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും വാട്ട് വി റിമെമ്പർ ഈസ് അവർ ഇറ്റേണൽ ലൈഫ്. ശ്ലീബ കാലഘട്ടത്തിൽ കുരിശിൻ്റെതായ ഓർമ്മകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇറ്റേണൽ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വെൻ വി ലുക്ക് അറ്റ് അവർ വീക്ക്ലി സൈക്കിൾ, നമ്മൾ സൺഡേയിൽ ആരംഭിച്ച് സാറ്റർഡേയിൽ തീരുന്നു. സാറ്റർഡേയിൽ നമ്മൾ പർട്ടിക്കുലറായിട്ട് ആലോചിക്കുന്നത് എന്താ, പർട്ടിക്കുലറായിട്ട് ചിന്തിക്കുന്ന ഏത് വിഷയമാണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ ഡിപ്പാർട്ടഡ് സോൾ. മരിച്ചവരെ കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ആൻഡ് വെൻ വി കം ടു ഡെയിലി സൈക്കിളിലും ഇത് തന്നെയാണ്. 7 യാമങ്ങളിലാണ്, 7 ടൈമിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ദ 7th ടൈം ഈസ് ദ 9th അവർ എന്ന് പറയുന്നു. ആ 9th അവറിൽ പ്രാർത്ഥിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയാണ്. വാട്ട് ഐ വാണ്ട് ടു സേ, നമ്മുടെ ഡെയിലി സൈക്കിൾ, വീക്ക്ലി സൈക്കിൾ ആൻഡ് ആനുവൽ സൈക്കിൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് മൂന്നും കൾമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തെക്കുറിച്ച്, ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബാപ്റ്റിസം. നോ, ബാപ്റ്റിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകൻ അല്ലെങ്കിൽ മകൾ നിത്യജീവനായി മുദ്ര കുത്തപ്പെടുന്നു. ഇറ്റേണൽ ലൈഫിലേക്കാണ് മുദ്ര കുത്തപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇറ്റേണൽ ലൈഫ് നമ്മൾ ആരംഭിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുന്നത് ഇറ്റ്സ് ഓൾറെഡി ഫ്രം ബാപ്റ്റിസം. ആൻഡ് ഇറ്റ് കൾമിനേറ്റ്സ് ഓൾസോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് വി ആർ തിങ്കിങ് അബൌട്ട് ദി ഇറ്റേണൽ ലൈഫ്. ഈ ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹെവൻലി ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ ലക്ഷ്യത്തിലേക്ക് സഹായകമായ വിധത്തിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം മുഴുവൻ പോകുന്നത്. ഈ ശ്ലീബ കാലഘട്ടത്തിലെ ഓരോ ഞായറാഴ്ചകളിലും വായിക്കുന്ന വായനഭാഗം എന്ന് പറയുന്നത് ഈ നിത്യജീവിതത്തെക്കുറിച്ച് നമ്മെ ചിന്തിക്കുവാൻ സഹായിക്കുന്നതായ വേദഭാഗങ്ങളാണ്. ദ ലാസ്റ്റ് സൺഡേ ഓഫ് ദ സീസൺ വി റീഡ് അബൌട്ട് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അതോടുകൂടിയാണ് ഇത് തീരുക. അപ്പോൾ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ലൂക്കോസ് സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. വാട്ട് ഈസ് ദാറ്റ് കോൺഫ്ലിക്റ്റ്? നന്മ ചെയ്യുവാനുള്ളതായ ഒരു ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ തിന്മ ചെയ്യുവാനുള്ളതായ ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ തിന്മ ചെയ്യുവാൻ, അതായത് ഒരു സേവകന് 2 പേരെ എപ്പോഴും പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഒരു യജമാനനെ 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമയത്ത് തന്നെ നന്മയും തിന്മയും ചെയ്യുവാൻ സാധിക്കുകയില്ല. തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ഇൻ ഓൾ ഓഫ് us. എപ്പോഴും നമുക്ക് തിന്മയിലേക്കുള്ള ഒരു ചായ്വുണ്ട്. ശരിയല്ലേ? കുട്ടികളോട് പഠിക്കുവാൻ പറഞ്ഞാൽ വിൽ ദേ ബി ഹാപ്പി? ആർ യു ഓൾ ഹാപ്പി ടു സ്റ്റഡി ഓൾവേസ്? ജനറലി നോട്ട്. നോ, വി വാണ്ട് ടു പ്ലേ, വി വാണ്ട് ടു എൻജോയ്. പക്ഷെ പേരൻസ് എന്താ നമ്മളോട് പറയുന്നത്? ഗോ ആൻഡ് സ്റ്റഡി. ദാറ്റ്സ് വാട്ട് ദ ടീച്ചേഴ്സ് ഓൾസോ സേ ദ സെയിം. നോ, അവരെല്ലാവരും നമ്മളോട് പഠിക്കുവാൻ പറയുമ്പോൾ നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് കളിക്കാനാണ് എങ്കിൽ, എൻജോയ് ചെയ്യാനാണ് എങ്കിൽ, അതോടൊപ്പം തന്നെ ഒരു മോറൽ ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. ദിസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. അപ്പോൾ വചനമെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഹെൽപ്സ് us ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. നാച്ചുറൽ ഇൻക്ലിനേഷൻ നമുക്കുണ്ട് എങ്കിലും ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തോട് കൂടി ആയിരിക്കുവാനാണ്. ആ ദൈവത്തോട് കൂടി ആയിരിക്കുവാനുള്ളതായ സന്ദേശമാണ് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. വചനവർഷത്തിൽ നടക്കേണ്ടത് എന്ന് പറയുന്നത് ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നതായ ജീവിതം. അതേസമയത്ത് അത് സാധിക്കാത്തതായ ആളുകൾ എപ്പോഴും തിന്മയെ സേവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് പറയുന്നതായ ഒരു കാര്യമാണ് നാം കാണുക. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനമെന്ന് പറയുന്നത് എന്താണ്? നിയമം പാലിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വായിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിലെ കഥ എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രമാണ്. രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി.
അപ്പോൾ ഈ സാൽവേഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായ ഒരു ഹിസ്റ്ററിയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. അവിടെ നൊമാഡ്സ് ആയിരുന്നതായ ഇസ്രായേൽക്കാർ തിന്മയിലേക്കുള്ള നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. അവരെ ഒരു ഡിവൈൻ വേയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചരിത്രമാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. മോശ ഒരു ഈജിപ്തുകാരനെ കൊന്നു. ആ ഈജിപ്തുകാരനെ കൊന്ന മോശയാണ് ഓടിപ്പോകുന്നത്. ആ ഓടിപ്പോയ മോശയുടെ അടുക്കലേക്കാണ് ദൈവം വരുന്നത്. ആ ദൈവം മോശയെ വിളിച്ചതിന് ശേഷം എന്ത് ഏൽപ്പിച്ചു? കൽപ്പനകൾ ഏൽപ്പിക്കുന്നു. കൊന്നയാളോട് പറയുകയാണ് ഇനി കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതുൾപ്പെടെയുള്ളതായ കൽപ്പനകൾ മുഴുവൻ മോശയെ ഏൽപ്പിക്കുക. അപ്പോൾ ഈ ഇസ്രായേൽക്കാർ മോശ വഴിയായിട്ട് കൽപ്പന ലഭിച്ചപ്പോൾ ആ കൽപ്പനയിലൂടെ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. പഴയ നിയമ ചരിത്രം മുഴുവൻ അതാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത് നിയമത്തിലെയോ പ്രവാചകന്മാരിലെയോ ഒരു വാക്കുപോലും കടന്നു പോവുകയില്ല എന്ന് പറയുമ്പോൾ ആ നിയമത്തിലും പ്രവചനത്തിലും പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ യേശു പറയുകയാണ് ഞാൻ വഴിയും സത്യവുമാണ് എന്ന്. ഐ ആം ദ വേ ആൻഡ് ഐ ആം ദ ട്രൂത്ത്. യേശുവിനെ അനുസരിക്കുന്നവൻ യേശുവിനെ ജീവിതം നയിക്കുന്നതായ ആളുകളുടെ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നതായ ഒരു ചരിത്രമാണ് പുതിയ നിയമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പൗലോസ് ലീഹായിലേക്ക് വരുമ്പോഴോ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്ന് പറയുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നു എന്ന് പറയുന്നതായ ഒരു ജീവിതം. അപ്പോൾ പഴയ നിയമത്തിൽ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് പറയുന്നു. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വഴികളിലൂടെ ജീവിക്കുവാൻ നമ്മളോട് പറയുന്നു. അതേസമയത്ത് സഭയുടെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പോലെ ജീവിക്കുവാനായിട്ട് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, വചനവർഷത്തിലേക്ക് വരുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നതാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുക. വി ആർ ഓൾവേസ് റീഡിങ് ദ ബൈബിൾ. നോ, ബൈബിൾ ഈസ് ഓൾറെഡി റിട്ടൺ സം 2000 years ബാക്ക്. ആ വചനമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ വചനം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നു. വചനം വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുന്നത് പോലെയാണോ നാം വായിക്കുക? കഥയാണ് വായിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം, യേശു പ്രവർത്തിച്ച കാര്യം, പൗലോസ് ലീഹ പറഞ്ഞ കാര്യം, ഇതാണ് നാം വായിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗോഡ് ഈസ് ടെല്ലിംഗ് ടു us സംതിങ്. എന്താണ് ആ പറയുന്നത്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് പറയുന്നു എന്ന് പറയുന്നതാണ്. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയുമല്ല ഇവിടെ പ്രയോഗിക്കുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയും ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുമ്പോൾ വചനം നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് പറയുന്നതായ ഒരു അനുഭവം. When we reread the Bible, God is speaking to us. അങ്ങനെ ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ റിന്യൂവൽ ഉണ്ടാവുക. If we cannot listen to the word of God, then what happen? We live as per the natural instincts. നമ്മുടെ ആഗ്രഹമനുസരിച്ച് പോവുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നാം വായിക്കുന്ന അവസരത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് ആരെയാണ് പ്രവേശിപ്പിക്കുന്നത്? ഈ എളിയവരിൽ ഒരുവനെ ഇത് ചെയ്തവർക്കുള്ളതാണ് ദൈവരാജ്യം. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരെ കരുതുമ്പോൾ ദൈവരാജ്യം നമുക്ക് ലഭിക്കുകയാണ്. ദൈവരാജ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ദൈവരാജ്യത്തെ സമ്പാദിക്കുവാനായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോഗ്രഷൻ നമ്മളുണ്ടാകണം. ഒരു യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? What was the answer? Jesus asked him to obey the commandments. And what was his response? I am doing that. അങ്ങനെയാണ് എങ്കിൽ നിനക്ക് ഒരു കുറവുണ്ട്. ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കുക. കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവൻ കൂടുതൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ വരണമെങ്കിൽ, ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമായിട്ടും എന്താണ് വരുന്നത്? യു ഫോളോ മീ. യേശുവിനെ അനുധാവനം ചെയ്യുക, യേശുവിനെ പിന്തുടരുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സഭയിൽ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആ നവീകരണം ഉണ്ടായാൽ, വചനപക്ഷത്തിലൂടെ നവീകരണം ഉണ്ടാകുവാൻ ആവശ്യപ്പെടുമ്പോൾ സഭയിലെ ഓരോരുത്തരോടും
പറയുന്നതായ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എബൈഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ജീവിക്കുക, വചനം വായിക്കുക, ആ വചനത്തെ സ്വാംശീകരിക്കുക, വചനത്തെ അറിയുക, മനസ്സിലാക്കുക, ആ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. പ്രിയ സഹോദരങ്ങളെ, വചനവർഷത്തിൻ്റെ ഔപചാരികമായ തുടക്കം നമ്മുടെ എപ്പാർക്കിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഭയുടെ നവീകരണത്തിന് സഹായകമായ വിധത്തിൽ എങ്ങനെ വിശ്വാസ ജീവിതം കുറേ കൂടി ശക്തമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഐ ആം ഓൾസോ എ ഡയസ്പൊറ ബിഷപ്പ്. ഡയസ്പൊറ മിഷനിൽ വരുമ്പോൾ മലങ്കര സഭയുടെ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കയിൽ നമുക്കൊരു പ്രേക്ഷിത ദൗത്യമുണ്ട്. എന്താണ് പ്രേക്ഷിത ദൗത്യമെന്ന് ചോദിച്ചാൽ, അവർ മിയർ പ്രസൻസ് ഹിയർ ഇൻ ന്യൂയോർക്ക്, ലിവിങ് ജോയ്ഫുള്ളി എൻജോയിങ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പറയാതെ പറയുകയാണ്, ഞങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാണ് എന്ന്. മലങ്കര സഭയിലുള്ളതായ നമ്മുടെ ജീവിതം വഴിയായിട്ട് സുവിശേഷത്തിൻ്റെതായ ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായ ഒരു ജീവിതം കൂടിയാണ് നയിക്കുക. നമ്മുടെ കുട്ടികൾ, യങ്സ്റ്റേഴ്സ് ഓൾ ആർ പ്രസൻറ്റ് ഹിയർ. വി ആർ ഓൾ ഹാപ്പിലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അവർ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ്. അതിലൂടെ ആ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് വഴിയായിട്ട് നമ്മൾ സുവിശേഷത്തിൻ്റെ വാക്താക്കൾ കൂടിയാവുകയാണ്, സുവിശേഷത്തിൻ്റെ പ്രചാരകർ കൂടിയാവുകയാണ്. അതുകൊണ്ട് തന്നെ വചനവർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വചനം കടന്നു വരുമ്പോൾ വചനം നമ്മളെ റിന്യൂ ചെയ്യുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ട കൃപയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരാം.